സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അഭിഷേകം ലഭിക്കപ്പെട്ട വ്യക്തി അലസതയ്ക്ക് അടിമപ്പെടരുത്, ലേസി ആവരുതെന്ന്. അലസതയ്ക്ക് അടിമപ്പെടരുത്. പറഞ്ഞു കൊടുത്തേ, അലസത. അലസത അലസത ഉണ്ടാവും. അലസത. അതിനിപ്പോൾ എന്നാ കുഴപ്പം? ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്. ഇതൊക്കെ മതിയെന്ന്, ഇതിപ്പോൾ എന്നതാ, ഇതൊക്കെ മതി, എന്നാ പ്രാർത്ഥന, ഇതൊക്കെ മതി, ഇതൊക്കെ എന്നതാ, ഇതൊക്കെ ഇതിൽ ഇത്ര വലിയ പ്രാധാന്യം. ഇത് ഈ അലസത നിന്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ വൻ അപകടം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞു വചനഭാഗം പരിചയമുള്ളതാണ്, ഓർത്തു വായിച്ചോളൂ. അത് സാമുവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. നമുക്ക് പരിചയമുള്ള ഒരാളാണേ, പെട്ടെന്ന് വായിച്ചോ, മനസ്സിലാക്കാം. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദിനെ കുറിച്ചാണ്. ദാവീദ് രാജാവ് പാപം ചെയ്ത് തൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടു, നമുക്കറിയാം. എൻ്റെ ചോദ്യം, ഇയാൾ എങ്ങനെ പാപം ചെയ്തു? ആ പാപം ചെയ്തതിൻ്റെ വഴി എന്ത്? ഞാൻ പറഞ്ഞു, ഒറ്റ സിംഗിൾ ആക്ട് അല്ല, മറിച്ച് അതിന് പിന്നിൽ ഒരു പ്രോസസ് ഉണ്ട്. എങ്ങനെ ചെയ്തു? അത് 1-ാം വചനം തൊട്ട് വായിച്ച പെട്ടെന്ന് മനസ്സിലാക്കാം. വായിച്ചാലോ? അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത്, ശ്രദ്ധിച്ചോണം, രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ളവരെയാണ് അയച്ചെന്ന് പറയുന്നത്. ഇയാൾ എന്ത് ചെയ്തു? അവർ അമോന്യരെ തകർത്ത് റബാ നഗരം വളഞ്ഞു. ദാവീദ് ജെറൂസലേമിൽ തന്നെ താമസിച്ചു. ഓർത്തെ, രാജാക്കന്മാർ, ദാവീദ് രാജാവാണ്, അയാൾ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകാതെ, ഒരു പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത് ആ പ്രവൃത്തി ചെയ്യാതെ, മറിച്ച് ജെറൂസലേമിൽ തന്നെ വസിച്ചു. വായിക്കുമ്പോൾ ഓർത്തോണം, ഇതത്ര സുഖകരമായ കാര്യമല്ലല്ലോ, ചെയ്യേണ്ട കാര്യം ചെയ്തില്ലല്ലോ, ഇയാളൊരു ഉഴപ്പനാണോ എന്നൊരു ചിന്ത. അടുത്ത വചനം വായിച്ചേ. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീയെ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു ദിവസം, എൻ്റെ കൂടെ പറഞ്ഞു, ഒരു ദിവസം സായാഹ്നത്തിൽ. എപ്പോഴാണ്? സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ചേടാ, സായാഹ്ന സമയത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഈ സായാഹ്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏതാ സമയം? ഒരു 5 മണി 6 മണി, വൈകുന്നേര സമയം. ഈ വൈകുന്നേര സമയത്തിൻ്റെ പ്രത്യേകത എന്താ? വൈകുന്നേര സമയം പൊതുവെ ആക്റ്റീവ് ആയിരിക്കേണ്ട ഒരു സമയമാണ്. ആളുകൾ നടക്കാൻ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, കുട്ടികൾ കളിക്കാൻ പോകുന്നു, പരദൂഷണം നടത്തുന്നു, അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവാണെന്ന്. ആക്റ്റീവായിരിക്കേണ്ട സമയത്ത് ഒരുത്തൻ്റെ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ആക്റ്റീവായിരിക്കേണ്ട ആള് ഇവിടെ ഉഴപ്പാണേ, കിടക്കുക. സൂക്ഷിക്കണം. നമ്മുടെയൊക്കെ വീട്ടിലെ ചിലരുടെ പ്രത്യേകതയാണ്, ഫുൾ ടൈം കിടപ്പോട് കിടപ്പാ. രാത്രി മുഴുവൻ നേരവും ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് റീൽസും അതും ഇതും കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് പകല് മുഴുവൻ കിടക്കും. അത്ര നല്ല കാര്യമല്ല. ദാവീദിനെ കുറിച്ച് പറയുന്നു. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് സായാഹ്നത്തിൽ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ, മട്ടുപ്പാവ് എന്ന് പറയുന്ന സ്ഥലം പ്രാർത്ഥനയുടെ സ്ഥലമാണ്. ഈ പ്രാർത്ഥനയുടെ സ്ഥലത്ത് നമ്മുടെ രാജാവ് എന്ത് ചെയ്യുന്നു? ഉലാത്തുന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉലാത്തുന്നു. പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് ഉലാത്തുന്നു. അത്ര നല്ല ലക്ഷണമല്ലെന്ന്. അപ്പൊ നിങ്ങൾ ഒന്നൊന്നായിട്ട് മനസ്സിലാക്കണേ, ഒറ്റയടിക്കല്ല. അങ്ങനെ ഉലാത്തുമ്പോഴാണ് ഇയാൾ എന്ത് കാണുന്നത്? ചേട്ടാ, എന്നാ കാണുന്നത്? ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. എൻ്റെ ചോദ്യം, എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, കണ്ടത് തെറ്റാണോ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. കാണത്തില്ലേ? നിങ്ങൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ സിനിമ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കും, നിങ്ങൾ കാണത്തില്ലേ? കാണുമല്ലോ. മൊബൈൽ ഫോൺ നോക്കുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നു.
ഇതിങ്ങനെ വരുമല്ലേ, ചുമ്മാ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമല്ലേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു. കാണുന്നതാണോ തെറ്റ്? അല്ല. ഇവിടെ ശ്രദ്ധിച്ചേ, ഉറങ്ങണേ ചേച്ചി, ഇത് ശ്രദ്ധിച്ചിട്ട് ഉറങ്ങിക്കോ, നല്ല ഗുണം കിട്ടും. ഞാൻ പറയാം. അതായത് ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു പോസ്റ്റർ കണ്ടു. ഈ കണ്ട കാര്യം ഞാനൊന്നും നിന്നിട്ട് ഞാനൊന്നും കൂടെ അതിനെ നോക്കുന്നു. അവിടെയാ കുഴപ്പം. അപ്പൊ ഈ കണ്ടു നോക്കുന്നു വ്യത്യാസമുണ്ടോ? പറ, ഉണ്ടോ? വ്യത്യാസമില്ലേ? ഉണ്ടെന്ന്. കാണുന്നത് സ്വാഭാവികം, നോക്കുന്നത് വിത്ത് എ പർപ്പസ്, അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന്. ഇപ്പം നമ്മൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഒരു തമ്പനയിൽ ഒരു കാര്യം കണ്ടു. ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ഞെക്കി. അപ്പോൾ അത് വേറെ ഒരു ലിങ്കിലോട്ട് പോയി. അപ്പോഴാണ് ആ വീഡിയോ തെളിഞ്ഞു വന്നത്. പിടികിട്ടുന്നുണ്ടോ? ഉണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ ഇതിങ്ങനെ പലതും കണ്ടുപോകുന്നു. കണ്ട കാര്യങ്ങളിൽ നമ്മളൊന്ന് ഇത് വായിച്ചേക്കാലോ, എന്നാൽ ഇത് കണ്ടേക്കാലോ, ഇയാൾ ഇതെന്നാ പറയണമെന്ന് നോക്കിയേക്കാലോ എന്ന് കരുതി നമ്മളൊന്ന് അവിടെ പോസ് ചെയ്ത് നമ്മൾ അവിടെ ഒന്ന് കുത്തുമ്പോഴാണ് ആ വീഡിയോ ഓപ്പൺ ആവുന്നത്. കാണുന്നതല്ല കുഴപ്പം, നോക്കുന്നതാണ് കുഴപ്പം. ഹല്ലേലൂയാ. കാഴ്ചയും നോക്കുന്നതും രണ്ടും രണ്ടാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ കാണുന്നതല്ല കുഴപ്പം, നോക്കുന്നതാണ് കുഴപ്പം. നോക്കുന്നത് വിത്ത് ഇന്റൻഷൻ. നിന്റെ ഉള്ളിൽ ഒരു ഇന്റൻഷൻ കയറും, നിന്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് തോട്ട് അവിടെ കയറുകയാണ്. അപ്പൊ ദാവീദ് പാപം ചെയ്തു എന്ന് പറയുമ്പോൾ, ഒറ്റയടിക്ക് ബത്ശബ സുന്ദരിയാണെന്ന് കണ്ടു കുളിക്കുന്നത് കണ്ടെന്നൊക്കെ പറയുമ്പോൾ ആഹാ എന്ന് പറയുന്നതിന് ഇപ്പുറം നമ്മൾ ഓർക്കണം, രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകാതെ, ഒരു പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത് പ്രവൃത്തി ചെയ്യാതെ ഉഴപ്പത്തരം മടി പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ മടി നിന്നെ പാപത്തിലേക്ക് നയിക്കും. മടിയനാവരുത്, മടിച്ച് ആവരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞുകൊടു, മടിയനാവരുത്, മടിച്ച് ആവരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഈ മടിയുടെ ഒരു സ്വഭാവമുണ്ട്. മടി പിടിക്കുന്നൊരു സ്വഭാവമുണ്ട്. സാരമില്ലെന്നേ, കുഴപ്പമില്ലെന്നേ, എല്ലാവരും ഇങ്ങനെയൊക്കെ അല്ല, പിന്നെ എന്താണ് എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു മടി പിടിക്കുന്നൊരു സ്വഭാവ രീതിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്ന കാര്യം, നീ മടിയനാവരുത്, മടിച്ച് ആവരുത്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ ഈ ലോകത്തോട് ഒരു അകലം പാലിക്കണം. ലോക കാര്യങ്ങളോട് നമ്മൾ ഒരു അകലം പാലിക്കണം. ഹല്ലേലൂയാ. ഇത് വായിക്കാൻ സോളമൻ രാജാവിനെ നമ്മൾ എടുക്കുന്നു. സോളമൻ ആരാ? ഈ സോളമൻ എന്നറിയോ? ദൈവത്തോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവത്തിന് ഇങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന മനുഷ്യൻ. നമുക്ക് വായിക്കാൻ പറ്റിയൊരു വചനഭാഗം, അത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം നോക്കിക്കേ. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 3 വേഴ്സ് 5. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 5-ാം തിരുവചനം 3-5. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. കണ്ടോ, സോളമനോട് ദൈവം ചോദിക്കുവാണ്, സോളമാ നിനക്ക് എന്ത് വേണം? കണ്ടോ, ഇവര് തമ്മിലുള്ള ബന്ധം കണ്ടോ? നിങ്ങളോട് ഇന്നേ വരെ ദൈവം വന്ന് ചോദിച്ചിട്ടുണ്ടോ നിനക്ക് എന്ത് വേണമെന്ന്? എവിടെ? സോളമനോട് ദൈവം വന്നിട്ട് ചോദിച്ചു, എൻ്റെ സോളമാ നിനക്കെന്ത് വേണം? അപ്പൊ സോളമൻ എന്താ പറഞ്ഞത്? 9-ാം വചനം വായിച്ചേ. 9-ാം വചനം. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകി. കണ്ടോ? അപ്പൊ ഈ സോളമൻ രാജാവ് ചോദിച്ചു, എനിക്ക് വിവേകം വേണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ സോളമൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങേയറ്റം പ്രിയപ്പെട്ട സോളമനെ കുറിച്ചൊരു കുഞ്ഞു വചനമുണ്ട്, വായിച്ചോളൂ. 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. 11:10 സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കണ്ടോ, അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന സോളമനെ കുറിച്ച് വചനം പറയുന്നു, ദൈവം സോളമനോട് കോപിച്ചു. ഹല്ലേലൂയാ.
ഹല്ലേലൂയ. ഇതെന്താണാവോ ദൈവം സോളമനോട് കോപിക്കാൻ കാരണം? എന്താ കാരണം? 11-ാം അധ്യായം 1-ാം വചനം വായിച്ചേ. 11-ാം അധ്യായം 1-ാം വചനം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഇയാൾക്ക് ഭാര്യമാരില്ലാഞ്ഞിട്ടാ? വചനം പറയുന്നു സോളമൻ രാജാവ് അനേകം വിദേശ വനിതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ വനിത എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, സത്യദൈവത്തെ ആരാധിക്കാത്ത ആളുകൾ, സത്യദൈവത്തെ ആരാധിക്കാത്തവരോട് കൂട്ടുകൂടരുതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ സോളമനോട് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു ധ്യാനിക്കണം. നിയമാവർത്തനം 7-ാം അധ്യായം 3-ാം തിരുവചനം ഒന്നെടുത്ത് നോക്കിക്കോ. നിയമാവർത്തനം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, ചാപ്റ്റർ 7 വേഴ്സ് 3. 7-ാം അധ്യായം 3-ാം തിരുവചനം, ചാപ്റ്റർ 7, നിയമാവർത്തനം 7:3. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. യെസ്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ. അതായത് നീ ശ്രദ്ധിക്കണമെന്നാ പറയണേ. നീ ശ്രദ്ധിക്കണം. സത്യദൈവത്തെ ആരാധിക്കാത്തവരോട് നീ കൂട്ടുകൂടാനോ അവരെ കൊല്ലണം, അവരെ നശിപ്പിക്കണമെന്നല്ല, മറിച്ച് നിന്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന ഒരു ബന്ധത്തിലേക്ക് നീ പോയേക്കരുത്. നിന്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന ഒരു ബന്ധത്തിലേക്ക് നീ പോയേക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം നിങ്ങൾക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. എന്തിനാ ഞാൻ ക്രിസ്ത്യാനിനെ തന്നെ കല്യാണം കഴിക്കുന്നത്? അങ്ങനെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഈശോ പറഞ്ഞത് എല്ലാവരും സ്നേഹിക്കാനല്ലേ? മമ്മിക്ക് എന്താ ഇത്രമേൽ നിർബന്ധം? അവൻ എന്താ കുഴപ്പം? ആ ചെറുക്കൻ നല്ലതല്ലേ? അവൻ ക്രിസ്ത്യാനി അല്ലെന്നല്ലേ കുഴപ്പമുള്ളൂ? നിങ്ങൾക്ക് ഇപ്പം എന്താ ക്രിസ്ത്യാനിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നാ പറയും? അങ്ങനെയല്ല, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഉടനെ കൊണ്ടുവരും. ആരെ? നമ്മുടെ കുടുംബത്തിലുള്ള ഇങ്ങനെ പോയ 3-4 എവിടുന്നെങ്കിലും വലിച്ചോണ്ട് വരും. ഉണ്ടാവും, എല്ലാ കുടുംബത്തിലും, നമ്മുടെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർ വരും. എന്നിട്ട് അവർക്ക് എന്താ കുഴപ്പം? എന്നിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അവർക്ക് എന്താ കുഴപ്പം? അവർ ജീവിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്താ കുഴപ്പം? ഇവർക്ക് എന്താ കുഴപ്പം? അപ്പം നമ്മൾ എന്നാ പിന്നെ നമുക്ക് നോക്കാം അല്ലേ? വചനത്തിൽ പഠിപ്പിക്കുന്ന കാര്യം, നിന്റെ ദൈവമായ കർത്താവിനെ, സത്യദൈവത്തെ ആരാധിക്കാത്ത ദൈവജനത്തോട് അവരെ തല്ലാനും കൊല്ലാനും പോകണമെന്നല്ല, മറിച്ച് അവരോട് അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോട്ട് പോകുമ്പോൾ നിന്റെ അഭിഷേകം എവിടെയോ ചോർന്നു പോകുന്നു. 17-ാം അധ്യായം 17-ാം തിരുവചനം വായിച്ച 17:17. നിയമാവർത്തനം 17:17. 17:17. രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്. ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകും. അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകുന്നു. അതായത് സത്യദൈവത്തെ ആരാധിക്കേണ്ട ഒരുവന്റെ ഹൃദയത്തിൽ വ്യത്യസ്തമായ ബന്ധങ്ങൾ വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവന്റെ വഴി തെറ്റിപ്പോകും. പല കാര്യങ്ങളിൽ അവൻ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. ഈ കാര്യത്തെ സോളമൻ രാജാവ് ലംഘിച്ചത് കൊണ്ടാണ് അവനോട് ദൈവത്തിന് കോപമുണ്ടായി എന്ന് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയാ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ തലയിൽ മാമോദീസ ജലം വീണത് കൊണ്ട് തന്നെ നീ ഓർത്തുകൊള്ളണം, നീ വ്യത്യസ്തയായ വ്യക്തിയാണ്. യു ആർ ഡിഫറെന്റ്. യു ആർ ഡിഫറെന്റ്. നീ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ നീ വ്യത്യസ്തനായ മനുഷ്യനാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കൈക്കൂലി മേടിക്കുന്നു, നാട്ടു നടപ്പല്ല. ഇതിപ്പോൾ ജീവിക്കണമെങ്കിൽ ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു എന്ന് കരുതി നിനക്ക് ചെയ്യാൻ അനുവാദമില്ല. യു ആർ ഡിഫറെന്റ്. ലോക കാര്യങ്ങളോട് നിനക്ക് അകൽച്ച പാലിക്കണം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. നമുക്കെല്ലാവർക്കും ആ ഒരു ഡിസ്റ്റൻസ്, ലോക കാര്യങ്ങളോടൊരു ഡിസ്റ്റൻസ് നമുക്ക് വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ലോക കാര്യങ്ങളോടൊരു ഡിസ്റ്റൻസ്, ഒരു അകൽച്ച വേണം. വേണമെന്ന്. ഇപ്പൊ മൊബൈൽ ഫോൺ നല്ലതോ ചീത്തയോ? പറഞ്ഞേ, മൊബൈൽ ഫോൺ നല്ലതോ ചീത്തതോ? മൊബൈൽ ഫോൺ അതിൽ തന്നെ നല്ലതാണെന്ന്, ആശയവിനിമയത്തിന് നല്ലതാണെന്ന്. ടെലിവിഷൻ മോശമാണോ നല്ലതാണോ? നീ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിരിക്കും. കത്തി നല്ലതാണോ? നല്ലതല്ലേ. പക്ഷെ അതെന്തിനു ഉപയോഗിക്കാം? അത് കുത്താൻ ഉപയോഗിക്കാം, നിനക്കൊരു കാര്യം മുറിക്കാൻ ഉപയോഗിക്കാം. നിന്റെ കയ്യിലിരിക്കുന്നത് ഒരു ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞോണം. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട് എന്നോർത്തുകൊണ്ട് 24 മണിക്കൂർ നിനക്കത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനാണോ? അല്ല. അതിന് മര്യാദ കാണിക്കണം.
മൊബൈൽ ഉണ്ട് എന്നോർത്തുകൊണ്ട് നീ 24 മണിക്കൂറും രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ കണ്ടിട്ടില്ലേ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇങ്ങനെ തപ്പുവാണ്. എന്നതാ ഞാൻ വിചാരിച്ചു കൊന്തയായിരിക്കും നിങ്ങൾ തപ്പണേ. ഈ കട്ടിലേന്നേ കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് കരഞ്ഞോണ്ട് പറയാം, എൻ്റെ അച്ഛ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛ ആ കട്ടിലെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ കാണിക്കാം, മൊബൈൽ തപ്പുക. എന്നിട്ട് അവിടെ കുത്തി ഇരുന്നുകൊണ്ട് സകലമാന റീൽസും സകലമാന അത് പോസ്റ്റിന് ലൈക്ക് ഷെയർ കുന്തം കുറുപടി. എൻ്റെ അച്ഛ കട്ടിലെ നിന്ന് പുറത്തോട്ടിറങ്ങണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. കട്ടിലെ നിന്ന് പുറത്തോട്ടിറങ്ങും. ഇനി അച്ഛ അതിനേക്കാൾ രാത്രി കിടക്കണത്. രാത്രി കിടക്കുമ്പോൾ ചെവിയിൽ ഈ സാധനം വെച്ചുകൊണ്ട് പാട്ടും കേട്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ കണ്ടുകൊണ്ട് അവിടെ കിടക്കുന്നു. ഈ കിടക്കുന്ന മൊബൈൽ ഫോൺ ആ കിടപ്പിനിടയിലാണ് അവിടെ എവിടെയോ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ പോണത്. എന്നിട്ടാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് രാവിലെ. ഈ 24 മണിക്കൂർ ഉപയോഗിക്കണമെന്ന് മൊബൈൽ ഉൽപാദനകം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്കൊരു മര്യാദ കാണിക്കണ്ടേ? ഒരു മര്യാദ. നമുക്ക് നമ്മളോടൊരു നിയന്ത്രണം വേണ്ടെന്ന്. അകൽച്ച കാണിക്കേണ്ടിടത്ത് അകൽച്ച കാണിക്കണം. ഇല്ലെങ്കിൽ നീ അതിനടിമയായി പോവും. നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം യു ആർ അഡിക്റ്റഡ്. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ കേസ് നമുക്കറിയാമല്ലോ അല്ലേ? മൊബൈൽ മാനിയ ശക്തമാണേ. മൊബൈൽ കിട്ടാത്ത കൊണ്ട് ഭ്രാന്തമായ അവസ്ഥയിലൂടെ പോകുന്ന ഒരു മാനസിക വിഭ്രാന്തി ഇഷ്ടം പോലെ കേസുകളാണ്, ഇഷ്ടം പോലെ. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയേണ്ടത്, അകൽച്ച പാലിക്കേണ്ടതിനോട് അകൽച്ച പാലിച്ചാൽ അഭിഷേകത്തിൽ നിലനിൽക്കാൻ പറ്റും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ. 1 കൊറിന്തോസ് 10-ാം അധ്യായം 11-ാം തിരുവചനം. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നു, എന്നാൽ വീഴാതെ സൂക്ഷിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഓരോ വ്യക്തിയും വിശ്വസിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഏറ്റെടുക്കണം. എൻ്റെ ജീവിതത്തിൽ അഭിഷേകം ചോർത്തിക്കളയുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ തിരിച്ചറിയാൻ, ആ മേഖലകളിൽ ഒരു വിടുതലിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം. പല മേഖലകൾ നിന്നെ ഭാരപ്പെടുത്താം. ഇതാ സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവന് കിട്ടിയ അഭിഷേകത്തെ വിലയുള്ളതായി കണക്കാക്കാതിരുന്നത് കൊണ്ട് അവൻ പിന്നീട് ജീവിതത്തിൽ കരയേണ്ടി വന്നു. ദാവീദ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മടി പിടിച്ചിരുന്നത് കൊണ്ട് സങ്കീർത്തനം 51 അവനിരുന്ന് കരയുകയാണ്. ഇതാ സാംസനെ കുറിച്ചും സാമുവേലിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത്, സാമുവേലിനെ കുറിച്ച് വായിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിച്ചു, സാവൂൾ എന്ന് പറഞ്ഞവൻ ദൈവത്തോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നവൻ, എന്നാൽ ദൈവം അവനോട് കോപിച്ചു. എപ്പോഴാണെന്നറിയോ? തനിക്കുണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ. ദൈവമേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകം കിട്ടിയിട്ടുള്ളവരാണ്. ഈ അഭിഷേകത്തിൽ നിലനിൽക്കാൻ, ഈ അഭിഷേകത്തിൽ വളരാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ വേണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, അഭിഷേകത്തിൽ വളരാൻ കൃപ വേണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ, ഓരോ കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം പ്രവർത്തിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങൾ കത്തിപ്പടരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.